ഹലോ കൂട്ടുകാരെ, സ്റ്റോറി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന കഥയെ പറ്റിയാണ് കേട്ടോ ഞാനീ പറയുന്നത്. അങ്ങനെ സുധീഷിൽ നിന്നും എങ്ങനെയെങ്കിലും നിധിയെ അകറ്റാനുള്ള വഴി നോക്കി നടക്കുകയാണ് കേട്ടോ നിധിയുടെ അച്ഛനും ചേട്ടനും അമ്മയൊക്കെ. കിട്ടുന്ന അവസരത്തിലൊക്കെ സുധീഷിനെ നല്ല രീതിയിൽ തന്നെ അപമാനിക്കുന്നുണ്ട്. എന്നാൽ നിധി അടുത്തുള്ളപ്പോൾ സുധീഷിനോട് നല്ല സ്നേഹത്തിൽ പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിധിക്ക് അവരെ ഒന്നും ഒരു സംശയമില്ല കേട്ടോ. നിധി സുധീഷിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും സുധീഷിന്റെ വീട്ടുകാരെ പുകഴ്ത്തി പറയുന്ന ഒന്നും നിധിയുടെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സുധീഷിന് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണെന്ന് നിധിക്കറിയാം. അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമല്ലേ, കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് നിധി ഇങ്ങനെ വാരിക്കോരി ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സുധീഷിനാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നാൽ നിധിയുടെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ വരുന്നത്. അവരാണെങ്കിൽ കിട്ടുന്ന അവസരത്തിലൊക്കെ നിധിയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നിധിയുടെ അച്ഛൻ വളരെ ഇമോഷണലായി നിധിയോട് സംസാരിക്കുന്നുണ്ട്. താൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നെന്നും നിധിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. ഒളിച്ചോടുന്നതിന് മുമ്പേ സുധീഷിനോടുള്ള ഇഷ്ടത്തെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ആ വിവാഹം നടത്തി തരാമായിരുന്നു എന്ന് വരെ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. കല്യാണത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ അച്ഛനോട് തുറന്ന് പറഞ്ഞാലോ എന്ന് വരെ നിധി ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവസാനം വേണ്ടാന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നിധിയുടെ ചേട്ടൻ സുധീഷിനെ നിധിയെ അകറ്റാനായിട്ട് പുതിയൊരു പ്ലാനും കൊണ്ടുവരുന്നത്. ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കാലിലേക്ക് വീണ് കാല് ഫ്രാക്ചറായി എന്ന് പറഞ്ഞ് നിധിയുടെ ചേട്ടൻ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അന്നേ ദിവസം പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാല് ഫ്രാക്ചർ ആയതുകൊണ്ട് തന്നെ നിധിയുടെ ചേട്ടൻ പോകാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധിയുടെ അച്ഛൻ പറയും, ഞാൻ പോവാം, എന്തായാലും പോയല്ലേ പറ്റൂ. അന്നേരം അമ്മ പറയും, നിങ്ങൾക്ക് ബാക്ക് പെയിൻ അല്ലേ, നിങ്ങൾ പോകണ്ടാന്ന്. അങ്ങനെ നിധിയുടെ അച്ഛനും ചേട്ടനും ചേർന്നിട്ട് സുധീഷിനോട് ആ സ്ഥലത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. വിശ്വാസമുള്ള ഒരാളെ മാത്രമേ പറഞ്ഞു വിടാൻ പറ്റൂ. സുധീഷ് നമ്മുടെ കുടുംബത്തിലെ ആളല്ലേ, അതുകൊണ്ട് സുധീഷ് തന്നെ പോയാൽ മതിയെന്ന് നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. സുധീഷാണെങ്കിൽ ആദ്യം പോവാൻ കൂട്ടാക്കില്ല. പക്ഷേ നിധി നിർബന്ധിക്കുമ്പോൾ സുധീഷ് പോവാൻ സമ്മതിക്കും കേട്ടോ. അങ്ങനെ കൊടുക്കാനുള്ള സാധനം നിധിയുടെ അച്ഛൻ കൊണ്ടുവരും കേട്ടോ. അതാണെങ്കിൽ കുറച്ച് ക്യാഷും ഗോൾഡും ആയിരുന്നു. അത് കാണുമ്പോൾ സുധീഷ് ചെറുതായിട്ടൊരു പേടി തോന്നുന്നുണ്ട്. ഇവരെന്തായിരിക്കും പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയാണ്ട്. പിന്നെ നിധി നിർബന്ധിച്ചുകൊണ്ട് തന്നെ സുധീഷ് അതെടുത്ത് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് നിധിയുടെ അച്ഛനും ചേട്ടനും ചേർന്ന് ഒരുക്കിയ ഒരു ട്രാപ്പായിരുന്നു കേട്ടോ. അങ്ങനെ സുധീഷ് പോണ വഴിക്ക് ഒരു സ്കൂട്ടർ മറിഞ്ഞ് കിടക്കുന്നുണ്ടാവും. ആക്സിഡൻ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് സുധീഷ് അയാളും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ വന്ന് ആ വണ്ടിയിൽ നിന്ന് ആ ബാഗ് എടുത്ത് ഓടുന്നുണ്ട് കേട്ടോ. അതേസമയം സുധീഷിനെയും പിടിച്ചു കെട്ടി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഫാക്ടറിയിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അരുൺ വന്ന് നിധിയോട് പറയുന്നുണ്ട് സുധീഷ് ഇതുവരെയും അവിടെ എത്തിയിട്ടില്ലെന്ന്. അത് കേൾക്കുമ്പോൾ നിധിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി സുധീഷിനെ വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ സ്വിച്ച് ഓഫ് എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സുധീഷിനെ വിളിച്ച് കിട്ടാണ്ടാവുമ്പോൾ ഹരീഷിനെ വിളിച്ച് നോക്കുന്നുണ്ട് നിധി. അപ്പോൾ ഹരീഷ് പറയും അവിടെ ഒന്നും എത്തിയിട്ടില്ലെന്ന്. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ആകെ ടെൻഷൻ ആവും കേട്ടോ. അന്നേരം നിധിയുടെ ചേട്ടൻ വന്ന് പറയും അവൻ ആ പൈസയും സ്വർണം കൊണ്ട് മുങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിലേ എനിക്കറിയാം അവനൊരു ഫ്രോഡാണെന്ന്. അവൻ മാത്രമല്ല അവൻ്റെ വീട്ടുകാരും ഫ്രോഡാ. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരും കേട്ടോ. സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് നിധി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിയുടെ അമ്മ പറയും പിന്നെ അവൻ എവിടെ പോയി? ഈ സമയം കൊണ്ട് അവൻ തിരിച്ചു വരേണ്ടതല്ലേ? ഇത് അരുൺ പറഞ്ഞ പോലെ തന്നെ അവൻ ആ പൈസയും സ്വർണ്ണമൊക്കെ കൊണ്ട് മുങ്ങിയതാ. നിധിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവും കേട്ടോ. എന്നാലും സുധീഷ് ആ പൈസയും കൊണ്ട് മുങ്ങില്ലെന്ന് നിധിക്ക് ഉറപ്പായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ സുധീഷിന് വേണ്ടി വാദിക്കുന്നുണ്ട് കേട്ടോ നിധി. ഹരീഷിനാണെങ്കിൽ സുധീഷ് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല എന്ന് അറിഞ്ഞോടുകൂടി ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങിട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്ന് സുഭാഷിനോടും നികേഷിനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല നിധിയുടെ അച്ഛൻ സുധീഷിനെ വെല്ലുവിളിച്ച കാര്യവും പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നിധിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിധി അവിടെ ഉണ്ടായ കാര്യമൊക്കെ പറയുന്നുണ്ട്. സുധീഷ് ആ പൈസയും സ്വർണം കൊണ്ട് മുങ്ങിയെന്നാ ഇവിടെയുള്ളവർ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയും നിധി. അത് കേൾക്കുമ്പോൾ സുഭാഷ് പറയും അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന്. അപ്പം നിധി പറയൂ കേട്ടോ, എനിക്കറിയാതെ എനിക്ക് സുധീഷിനെ വിശ്വാസമാണ്. സുധീഷിനെ ഞങ്ങൾ അന്വേഷിച്ചോളാന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും ഇവരുടെ അച്ഛൻ കടന്നു വരുന്നത്. അപ്പോൾ ഭാസ്കരൻ പറയും എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അയാൾ വില്ലനാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം കൊണ്ട് ഒരാളുടെ മനസ്സ് മാറുമോ? അയാൾ മുന്നേ എന്തൊക്കെ ചെയ്തിട്ടുള്ളതാ? ഈ നേരം കൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്തു കാണും അവർ. ഇത് കേൾക്കുമ്പോഴേക്കും നികേഷ് കരയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ സുഭാഷ് പറയും നീ കരയാതിരിക്കേ, നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ ഇവർ 3 പേരും കൂടി അന്വേഷിച്ച് ഇറങ്ങും കേട്ടോ സുധീഷിനെ. അപ്പോൾ അച്ഛൻ പറയും ഞാനും കൂടെ വരാം, ഞാൻ നല്ല ഫൈറ്ററാ. അപ്പോൾ സുഭാഷ് പറയും വേണ്ട വേണ്ട, അച്ഛൻ ഇവിടെ ഇരുന്നാൽ മതി. ഇവർക്കാണെങ്കിൽ എവിടെ പോയി അന്വേഷിക്കണം എന്നറിയില്ല. ആ സമയം സുഭാഷിന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോള് വരും കേട്ടോ.
സൈറ്റിലെ പണിക്കാരെങ്കിലും ആവുമെന്ന് വിചാരിച്ച് സുഭാഷ് അത് എടുക്കില്ല. പിന്നെയും 1-2 തവണ റിങ് ചെയ്യുന്ന കാണുമ്പോൾ നികേഷ് പറയും അതൊന്ന് എടുക്കാൻ. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ അത് സുധീഷാണ് കേട്ടോ. സുധീഷിനെ അവിടെ കെട്ടിടുന്നതിനിടയിൽ ഏതോ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് വീണ് പോയതാ. അങ്ങനെ കാല് വെച്ചാണ് കേട്ടോ സുധീഷ് സുഭാഷിൻ്റെ നമ്പർ ഡയൽ ചെയ്തത്. അങ്ങനെ സുധീഷിനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഏകദേശ ലൊക്കേഷൻ സുധീഷ് അവർക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ. അതനുസരിച്ച് അവർ ബൈക്ക് എടുത്ത് വരുന്നുണ്ട്. അപ്പോഴേക്കും ആ ഗുണ്ടകൾ തിരിച്ചെത്തിയിട്ടോ. സുധീഷിൻ്റെ അടുത്ത് ഫോൺ കിടക്കുന്നത് കണ്ട് സുധീഷ് ആർക്കോ ഫോൺ വിളിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ സുധീഷിനെയും കൊണ്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ തീരുമാനിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഹരീഷിൻ്റെ വണ്ടിയായിട്ട് ഇവരുടെ വണ്ടി കൂട്ടിയിടിക്കും. അങ്ങനെ ഹരീഷ് വീഴും. അപ്പോഴേക്കും സുഭാഷും നികേഷും ബൈക്ക് വന്ന് ഇറങ്ങി വരും. ഇത് കണ്ടതും ഈ വണ്ടിയുടെ ഡ്രൈവർ ഇറങ്ങൂട്ടോ. അങ്ങനെ അവർ തമ്മിൽ തർക്കമാവും. ആ സമയത്താണ് കേട്ടോ നികേഷ് അതിനകത്ത് സുധീഷ് ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഗുണ്ടകളായിട്ട് ഫൈറ്റ് ചെയ്ത് സുധീഷിനെ രക്ഷിക്കും കേട്ടോ. പിറ്റേ ദിവസം നിധിയുടെ അമ്മ വാല് തുറന്ന് നോക്കുമ്പോൾ സുധീഷ് അവിടെ ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ട്. അത് കണ്ടതും നിധിയുടെ അമ്മ ഓളിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് അകത്തേക്ക് കയറി വരുന്നുണ്ട്. സുധീഷിനെ കണ്ടതും നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഫോൺ എടുക്കാഞ്ഞ്? ഞാൻ എത്ര തവണ വിളിച്ചു? അങ്ങനെ നിധി അച്ഛനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ സുധീഷ് വന്നത്? നിങ്ങളല്ലേ പറഞ്ഞേ സുധീഷ് ആ പണവും സ്വർണവും കൊണ്ട് മുങ്ങിയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ മുങ്ങിയിരുന്നെങ്കിൽ സുധീഷ് ഇപ്പോൾ വരുമോ? ഇത് കേട്ടതും അച്ഛൻ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിട്ടോ. ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല മോളെ പറഞ്ഞത്, അപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞു പോയതാ. അപ്പം നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഉണ്ടായെന്ന്. അങ്ങനെ സുധീഷ് നടന്ന സംഭവമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധിയുടെ ചേട്ടൻ വന്നിട്ട് പറയും, ഇവൻ വെറുതെ ഡ്രാമ കളിക്കുക. ആ പണം സ്വർണ്ണമൊക്കെ ഇവ എവിടെയോ മുക്കി വെച്ചിട്ടുണ്ട്. ഇവൻ പറഞ്ഞത് സത്യമാണെന്നുള്ളതിന് എന്ത് തെളിവുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അരുൺ. അപ്പം സുധീഷ് പറയുന്നുണ്ട്, തെളിവുണ്ടളിയാ. അങ്ങനെ പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. സുധീഷിനെ തട്ടിക്കൊണ്ട് പോയ ഗുണ്ടകളിൽ ഒരാളെ ഇവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളെയും കൊണ്ട് ഹരീഷും നികേഷും സുഭാഷും ഒക്കെ നിധിയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടതും ഇവരാകെ ഞെട്ടുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും എങ്ങനെ ഇവിടെ എത്തിയേ? അപ്പം നികേഷാണ് കേട്ടോ പറയുന്നത്. സുധീഷിനെ തട്ടിക്കൊണ്ട് പോയതിന് പിന്നിൽ ഏട്ടത്തിയുടെ അച്ഛനും ചേട്ടനുമാ. മാത്രമല്ല ആ ഗുണ്ടയെ കൊണ്ട് സത്യം പറയിക്കുന്നുണ്ട് കേട്ടോ അവർ. അത് കേട്ടതും നിധി ആകെ തകർന്നു പോകുന്നുണ്ട്. നിധിയുടെ അച്ഛനാണെങ്കിൽ നിധി ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നിധി അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. നിങ്ങളെല്ലാവരും കൂടി എന്നെ പറ്റിക്കായിരുന്നു. സുധീഷിനെ എന്നെയും തെറ്റിച്ച് എന്നെ വീട്ടിൽ തളച്ചിടാനായിരുന്നില്ലേ നിങ്ങളുടെ പ്ലാൻ? ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കില്ല. ഇനി ഈ വീഡിയോ ആയിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പറഞ്ഞ് നിധിയുടെ ബാഗും എടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നാലെ സുധീഷും സുഭാഷും നികേഷും ഹരീഷും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വരാൻ പോകുന്ന കഥ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്